عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളിവെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിർളല്ലാഹ്. ഭരണാധികാരിയെ വിളിച്ച് മറ്റു സമുദായത്തിലെ ജനങ്ങളാണ് പറയുന്നത്, നിങ്ങൾ ഈ പ്രവിശ്യ വിട്ടു പോകല്ലേ, ഞങ്ങൾ ഉപേക്ഷിക്കല്ലേ, ഞങ്ങളോടൊപ്പം ഉണ്ടാകണേ. ആരോടാണ് ഇത് പറഞ്ഞത്? അതെ, ഹിംസിന്റെ നേതൃത്വം വഹിച്ച ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ഹിംസിലെ ജനങ്ങൾ കുറേ ക്രിസ്ത്യൻ സമൂഹമുണ്ടായിരുന്നു. സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ ഭരണം മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു യുദ്ധപ്രഖ്യാപനം വന്നത്. അവരിങ്ങോട്ട് മാർച്ച് ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ ഭരണാധികാരി വിളിച്ച് തൻ്റെ പ്രദേശത്തുള്ള ജനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം, വിപ്ലവത്തിനൊന്നും ഞങ്ങളില്ല. അപ്പോഴാണ് ക്രൈസ്തവ സഹോദരന്മാർ പറയുന്നത്, ലഖദ് അറഫ്നാ അദ്ലക്കും വഇഹ്സാനക്കും ഫി അയ്യാമിൻ ഖലീല. ഈ കുറഞ്ഞ നാളത്തെ നിങ്ങളുടെ ഭരണത്തിൽ നിങ്ങൾ നിന്ന് നീതി, നന്മ, സ്നേഹം, മനുഷ്യത്വം ഇതൊക്കെ ഞങ്ങൾക്ക് ധാരാളം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇവിടെ നിൽക്കൂ. അയ്യുഹൽ ഖായിദ്, ഭരണാധികാരി നേതാവ്, ധീരമായി നിൽക്കൂ, ഞങ്ങൾ കൂടെയുണ്ട്, നിങ്ങളോടൊപ്പം പോരാടാൻ ഞങ്ങളുണ്ട്. ഇനി മരിക്കേണ്ടി വരികയാണെങ്കിൽ നമുക്ക് മരിക്കുകയും ചെയ്യാം. നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭരണാധികാരി ചെയ്ത നന്മയിൽ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകൾക്കും സന്തോഷമാണ്. ഞങ്ങളുടെ പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ ആഭ്യന്തരമന്ത്രി ഇങ്ങനെ പറഞ്ഞു, അവർക്ക് അതിൽ പരാതിയില്ല. ഇങ്ങനത്തെ ഒരു ഭരണക്രമം ഇവിടെ ഉണ്ടാകണം, ഇങ്ങനത്തെ ഒരു സമൂഹം ഇവിടെ വളർന്നു വരണം. എല്ലാവരെയും ഒരുമിച്ച് ഒന്നായി കാണാനുള്ള ഒരു കാഴ്ചപ്പാട് ഭരണാധികാരികൾ ആ രീതിയിലാണ് പുലർത്തേണ്ടത്, സ്വീകരിക്കേണ്ടത്. പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശവും വീക്ഷണവും കാഴ്ചപ്പാടും പിന്നീട് വന്ന മുസ്ലിം ഭരണാധികാരികളൊക്കെ ഏറ്റെടുത്തപ്പോൾ രാജ്യത്ത് രക്തപ്പുഴ ഒഴുകുന്നതിന് പകരം ശാന്തിയും സമാധാനവുമാണ് പുലർന്നിട്ടുള്ളത്. പ്രവാചകന്റെ അധ്യാപനം നോക്കുക, ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവർ നമ്മിൽപ്പെട്ടവരല്ല. ലൈസ മിന്നാ മൻ ഖാതല അസബിയ, വർഗീയതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവർ നമ്മിൽപ്പെട്ടവനല്ല. ലൈസ മിന്നാ മൻ മാത അലാ അസബിയ, വർഗീയതയുടെ പേരിൽ ഒരാൾ മരണം വരിച്ചു, അവൻ നമ്മിൽപ്പെട്ടവനല്ല. ഇതല്ലേ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, പ്രഖ്യാപിച്ചത്. പ്രവാചകന്റെ ചോദ്യമുണ്ട്, മൽ അസബിയ, വർഗീയത എന്താണ്? അപ്പോൾ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അൻ തുഈന ഖൗമക അല ദുൽമി, കർമ്മത്തിന് വേണ്ടി നീ നിന്റെ ജനതയെ പ്രേരിപ്പിക്കുക, സഹായിക്കുക. ഇന്ന് കാണുന്നത് എങ്ങനെയാണല്ലോ, രാഷ്ട്രീയം ഇവിടെ കൊഴുപ്പ് കൂട്ടണം, അധികാരം നിലനിൽക്കണമെങ്കിൽ ചില തന്ത്രങ്ങൾ പയറ്റണം. ഒരുപക്ഷെ ജനങ്ങൾ കാണുമ്പോൾ അവിടെ കൊല, ഇവിടെ കൊല, മോശമായി പോയി. എന്നാൽ അതിൻ്റെ പിന്നിൽ ചില ചതിയന്മാരും ചില കുതന്ത്രക്കാരും ചില വേലകൾ ഒപ്പിക്കും. ഇവിടെ മുമ്പൊക്കെ നടന്ന ചില വർഗീയ കലാപങ്ങളുടെ ചുരുൾ അഴിഞ്ഞപ്പോൾ ലജ്ജാകരമായ വാർത്തകളല്ലേ പുറത്തു വന്നത്. അക്രമത്തിന് കോപ്പുകൂട്ടുകയായിരുന്നു. ചില സ്വസമുദായത്തെ തന്നെ കൊല്ലും, എന്നിട്ടത് മറ്റുള്ളവർ കൊന്നതാണെന്ന് വരുത്തി തീർക്കാനുള്ള ചില ചപ്പടി വിദ്യകളൊക്കെ. ജീവന്റെ തുടിപ്പുകൾക്ക് പ്രോത്സാഹനം നൽകാൻ, അതിന് കളമൊരുക്കാൻ, ഇതൊക്കെ തന്നെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. മതം പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചില്ലേ, വേറൊരാളെ കൊന്നതിന് പകരമാ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നതിൻ്റെ പേരിലോ അല്ലാതെ വല്ലവരും ഒരാളെ കൊലപ്പെടുത്തിയാൽ മനുഷ്യരെ മുഴുവൻ കന്നമാ ഖത്ലന്നാസിമിയ, എല്ലാവരെയും കൊന്നതിന് സമമാണ്. അതേസമയത്ത് ഒരാൾക്ക് ഇവിടെ ജീവിക്കാൻ അനുകൂലമായ കളമൊരുക്കുകയാണെങ്കിലോ മനുഷ്യരെ മുഴുവൻ ജീവിപ്പിച്ചതിനും തുല്യമാണ്. പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്ന ധീരമായ ഈ മനുഷ്യത്വത്തിൻ്റെ പ്രഖ്യാപനം, അതെ, ഇത്
ആദിൽ ഹുസൈൻ ഷയെ പോലുള്ളവർ ഈ രാജ്യം ഉറ്റുനോക്കുകയാണ്. ഭീകരവാദികൾ കശ്മീരിലേക്ക് കടന്നു വന്നു. ഇന്നല്ല, പതിറ്റാണ്ടുകൾക്ക് മുമ്പും പല കലാപങ്ങളുടെയും വാർത്തകൾ കശ്മീർ എന്ന് പറയാറുണ്ട്. പലപ്പോഴും രാഷ്ട്രീയമാണ് പിന്നിൽ. നാം ആ ഭാഗത്തേക്ക് പോവുകയല്ല. അടുത്ത ദിവസത്താണല്ലോ ഭീകരവാദികൾ എവിടുന്നോ വന്നു നിരപരാധികളെ കൊന്നുകളഞ്ഞു. എന്നാൽ ഹുസൈൻ ഷാക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുമുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമുണ്ടാക്കാൻ, രക്തച്ചൊരിക്കൽ നടത്താൻ വന്ന അക്രമകാരികളോട് അദ്ദേഹം സധൈര്യം നേരിട്ട് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായിരുന്നു. അതെ, ഇത് ഖുർആന്റെ പ്രഖ്യാപനമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതാണ്. കണ്ടില്ലേ, ദൗർഭാഗ്യകരമായി കേരളത്തിലെ നമ്മുടെ മലയാളിയായ രാമചന്ദ്രൻ മരണപ്പെട്ടു. മകൾ രമ്യ അടക്കമുള്ളവരുടെ ദുഃഖം പറയാനില്ലല്ലോ. പക്ഷേ മനുഷ്യത്വത്തിൻ്റെ പേരിൽ രമ്യയ്ക്ക് മനോഹരമായ ഒരു കാര്യം ഈ ലോകത്ത് നോക്കിക്കൊണ്ട് വിളിച്ചു പറയാനുണ്ടായിരുന്നു. തൻ്റെ അച്ഛൻ മരിച്ച ദുഃഖം മനസ്സിലുള്ളപ്പോൾ തന്നെ കാശ്മീരിലെ മുസ്ലിം സഹോദരങ്ങൾ നൽകിയ സ്നേഹ വായ്പകളാണ്, സഹകരണത്തിൻ്റെ വാതായനങ്ങൾ തുറന്ന കഥകളാണ്. അള്ളാഹു നിങ്ങളെ രക്ഷിക്കട്ടെ എന്നായിരുന്നു ആ ഹൈന്ദവ സഹോദരി പെൺകുട്ടി പ്രാർത്ഥിച്ചത്. ഒരു മീഡിയയിൽ കേട്ടത് ഓർത്തു പോകുന്നു. അതെ, നമ്മുടെ രാജ്യം ഒരു വർഗീയതയ്ക്ക് കൊഴുപ്പ് കൂട്ടാതെ സ്നേഹവും സൗഹാർദ്ദവും സഹിഷ്ണുതയും നിലനിൽക്കണമെങ്കിൽ നിഷിദ്ധമാണ് വലുത് എന്ന എല്ലാ മതങ്ങളും, പ്രത്യേകിച്ച് ഇസ്ലാം, അതിൽ വളരെ വളരെ വിശാലമായ അല്ലെങ്കിൽ കർക്കശമായ നിലപാട് തന്നെ സ്വീകരിക്കുകയാണല്ലോ. ഒരാളെയും അകാരണമായി കൊല്ലാനോ വധിക്കാനോ മതം അനുവദിക്കുന്നില്ല. പ്രസിദ്ധമായിരിക്കുന്ന നമ്മുടെ മദീനയിലെ ഇസ്ലാമിക ഭരണം രൂപം കൊണ്ടപ്പോൾ വന്ന കരാർ, എന്താണ് അതിലെ മനോഹരമായ, അതിലെ ഓരോ അധ്യായങ്ങളും വായിച്ചു നോക്കുമ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിന് പോലും വളരെ വളരെ നല്ല മാതൃകയല്ലേ അതിലുള്ളത്. സഹീഫത്തുൽ മദീന ഇതായിരുന്നല്ലോ അത്. ഒന്നാമത്തെ മാനവിക, ജനങ്ങൾക്കിടയിൽ മതിൽക്കെട്ടുകളില്ല. 2, അവകാശങ്ങളിലും ആനുകൂല്യങ്ങളിലും മുഴുവൻ ജനങ്ങളും തുല്യരാണ്. 3, ശത്രുതാതിക്രമം, തെറ്റുകുറ്റങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ മുഴുവൻ ആളുകളും തോളുരുമി പ്രവർത്തിക്കും. 4, ശത്രുവിനെ പ്രതിരോധിക്കാൻ എല്ലാവരും ഒരുപോലെ രംഗത്ത് വരിക. 5, ഏറ്റവും ഉത്തമമായ മാതൃകാപരമായ ഒരു സമൂഹം സൃഷ്ടിച്ചെടുക്കുക. 6, അധിനിവേശ ശക്തികളെ ആരും സഹായിക്കുക. 7, മുസ്ലിങ്ങളുടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും, മുസ്ലിങ്ങളോടൊപ്പം ജീവിക്കാൻ എല്ലാവർക്കും സംരക്ഷണം നൽകണം. 8, അമുസ്ലിങ്ങൾക്ക്, മുസ്ലിങ്ങളല്ലാത്തവർക്ക് അവരവരുടെ വിശ്വാസവും സമ്പത്തും സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. ഒരാളെയും നിർബന്ധിച്ച് ഇസ്ലാമിൽ ചേർക്കരുത്. 9, രാഷ്ട്രീയ ചെലവുകളിൽ മുസ്ലിങ്ങൾ പങ്കാളികളാവുന്നത് പോലെ അമുസ്ലിങ്ങൾക്കും പങ്കാളിത്തം ഉണ്ടാകണം. 10, രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് ശത്രുക്കളെ പ്രതിരോധിക്കാൻ മുസ്ലിങ്ങൾക്ക് സഹായികളായി അമുസ്ലിങ്ങളും രംഗത്ത് വരണം. 11, അമുസ്ലിങ്ങളെ ആക്രമിക്കുന്നവരെ ന്യായമായ ശിക്ഷയ്ക്ക് വിധേയമാക്കൽ രാഷ്ട്രബാധ്യതയാണ്. 12, പരസ്പരം വിട്ടുവീഴ്ച, നന്മയാകുന്നിടത്ത് വിട്ടുവീഴ്ച, എല്ലാവരും തയ്യാറാകണം. അതെ, വിട്ടുവീഴ്ചയാണ് വേണ്ടത്. 13, രാഷ്ട്രത്തിനുള്ളിലും പുറത്തും സംരക്ഷിതമായി യാത്ര ചെയ്യാൻ അവകാശം എല്ലാ വിഭാഗം ആളുകൾക്കുമുണ്ട്. 14, സമൂഹ സൃഷ്ടിപ്പിൻ്റെ മാനദണ്ഡം ഗുണവും സൂക്ഷ്മതയുമൊക്കെ പുലർത്തലാണ്. തുടങ്ങിയ നല്ല നല്ല മനോഹരമായ അനുഭവം നജ്റാനി ക്രിസ്ത്യൻസുമായി പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയ കരാറും ചരിത്രപ്രസിദ്ധമാണ്. നജ്റാനിലെ ക്രിസ്തുമത വിഭാഗവിശ്വാസികൾക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു. അവരുടെ രക്തം, ജീവൻ, സമ്പത്ത്, മതം, ഭൂമി, പുരോഹിതർ, കുരിശ്, ഇവിടെ ഹാജരുള്ളവർ, ഇല്ലാത്തവർ, അവരുടെ കൈവശമുള്ള ചെറുതും വലുതുമായ എല്ലാ സംഗതിയും, അതിന് സംരക്ഷണം തുടങ്ങിയ കരാറുകൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയാണ്. എന്നാൽ ഈ കരാറിനെ പിൻപറ്റിക്കൊണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ കാലഘട്ടത്തിലും നമുക്ക് ചില കരാറിൻ്റെ മനോഹരമായ പതിപ്പുകൾ വായിക്കാൻ കഴിയും. അതേപോലെ ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു
ക്രിസ്തീയ ജൂതന്മാരുമായി സന്ധിയിലേർപ്പെട്ടില്ലേ? ഈലിയ നിവാസികളുമായി ഒപ്പിട്ട കരാർ വളരെ പ്രശസ്തമാണ്. അതെ, ഈലിയ വിശ്വാസികളോടും പറയുന്നത് എന്താ? കുരിശുകൾക്കും അവരുടെ മുഴുവൻ മതാചാരങ്ങൾക്കും സംരക്ഷണം ഉണ്ടാകാം. തീർച്ചയായിട്ടും അവരുടെ ദേവാലയങ്ങൾ പൊളിക്കപ്പെടുകയോ മാറ്റപ്പെടുകയോ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ തന്നെയാണ് ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഈലിയാവാസികളുമായി നടന്ന ഒരു ഇത്. ജോർദാൻ താഴ്വരയിൽ അബൂബൈദ് സംഘവും വിജയത്തിലെത്തിയപ്പോൾ അവിടുത്തെ ക്രിസ്ത്യാനികൾ വിളിച്ചു പറഞ്ഞൊരു സത്യമുണ്ട്. ഓ മുസ്ലിങ്ങളെ, ബൈസന്റിനുകളെ വിട്ട് നിങ്ങളെ ഞങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. അവർ ഞങ്ങളുടെ വിശ്വാസക്കാരാണെങ്കിൽ തന്നെയും നിങ്ങളെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. കാരണം നിങ്ങൾ ഞങ്ങളോട് നല്ല വിശ്വാസത്തോടെയും നല്ല കാരുണ്യത്തോടെയുമാണ് പെരുമാറിയത്. അനീതി, അക്രമം ഇതൊക്കെ നിങ്ങൾ ഉച്ചാടനം ചെയ്യുന്നു, ഇല്ലാതെയാക്കുന്നു. നിങ്ങളുടെ ഭരണമാണ് അവരുടെ ഭരണത്തേക്കാൾ ഞങ്ങൾക്ക് ഉത്തമം. ഇങ്ങനെ തുടങ്ങുന്ന എത്ര മനോഹരമായ അനുഭവങ്ങളാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നത്. അതെ, ജൂത, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കുമൊക്കെ മുൻകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വളരെ സ്നേഹസമർണമായ സഹിഷ്ണുതയിലൂന്നിയ സമീപനം. മുസ്ലിം സൈന്യം സിറിയ കീഴടക്കിയപ്പോൾ ഖലീഫ ഉമർ റളിയല്ലാഹു സൈനിക നേതാവ് അബൂബൈദ് എഴുതിയില്ലേ, ദിമ്മികൾ എന്ന് വെച്ചാൽ മുസ്ലിങ്ങളുമായി സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന മറ്റു സമുദായക്കാരെ ആക്രമിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അവർക്ക് നഷ്ടവും സംഭവിക്കാൻ പാടില്ല. വ്യക്തവും ന്യായമായ കാരണങ്ങൾ കൊണ്ടല്ലാതെ അവരെ മാറ്റാൻ പാടില്ല. അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുകയും വേണം. നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ, റോമാ സാമ്രാജ്യം ഇസ്ലാമിക സൈന്യത്തിനുമേൽ ആധിപത്യത്തിന് ശ്രമം തുടങ്ങിയ ഇപ്പോൾ ചില പ്രതിരോധ നടപടി അവിടെ ചർച്ച ചെയ്യേണ്ടി വന്നു. അബൂബൈദ തൻ്റെ ജൂനിയർ കമാൻഡർമാരെ വിളിച്ചു വരുത്തി. പട്ടണങ്ങളിൽ ക്രിസ്ത്യൻ ജനസംഖ്യ കുറയ്ക്കണമെന്ന ഒരു ചർച്ചയാണ് അവിടെ ചർച്ചാവിധേയമായത്. ആ സമയത്ത് ഉടനെ ഒരു കമാൻഡർ എഴുന്നേറ്റുകൊണ്ട് പറയുകയാണ്, അവരെ, അതായത് ക്രിസ്ത്യാനികളെ പുറത്താക്കാനുള്ള അവകാശം നമുക്കില്ലല്ലോ. മാന്യവും സുരക്ഷിതവുമായ ജീവിതം നൽകുമെന്ന ഉറപ്പോടെയല്ലേ നാം അവരെ ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയൊരു ചർച്ചയോ തീരുമാനമോ നമ്മിൽ ഉണ്ടാക്കാൻ പാടില്ല. മഹാനായ അബൂ ഉബൈദ അത് കേട്ടപ്പോൾ അതുവരെ ചർച്ച അവസാനിപ്പിച്ച് ന്യായത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അതിരുകൾ തുറന്നുകൊടുത്ത ചരിത്രാനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ, അതെ, മുസ്ലിം ഭരണം തുടർന്ന സ്ഥലങ്ങളിലൊക്കെ ഇതര സമുദായക്കാർ സ്നേഹമനുഭവിച്ചു, സന്തോഷമനുഭവിച്ചു. അതുപോലെ അക്രമങ്ങൾക്കൊന്നും അവിടെ പിന്നെ യാതൊരു സ്ഥാനവും ഉണ്ടായിട്ടില്ല. ഇത് ഖുർആൻ മുന്നോട്ട് വെച്ച സ്നേഹത്തിൻ്റെ ആശയമാണ്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മനുഷ്യത്വത്തിൻ്റെ ആശയ സാക്ഷാത്കാരമാണ്. യാ അയ്യുഹന്നാസ് ലാ തതമന്നൗ ലിഖാഅൽ അദുവി, നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കില്ല ജനങ്ങളെ. ഫൈദാ ലഖീതും, അങ്ങനെ കണ്ടുമുട്ടിയാൽ തന്നെ ഫസ്ബിറു, ക്ഷമ വേണം കേട്ടോ. വല്ലപ്പോഴും സൈനിക നീക്കങ്ങൾ വന്നാൽ തന്നെ ന്യായമല്ലാത്ത രീതിയിൽ ഒരിക്കലും അവരോട് സമീപിക്കാൻ പാടില്ല, എതിർ വിഭാഗങ്ങളോട്. ഇതാണ് മതത്തിൻ്റെ ഭാഷ. പ്രവാചകനെയും അനുയായികളെയും ഏറെ നാളുകളോളം പീഡിപ്പിച്ച ഖുറൈശികൾ പിന്നീട് മക്കം ഫത്ഹ് വിജയം വന്നപ്പോൾ ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇതാ ഇനി നിങ്ങളോട് പ്രതികാര നടപടി ഇല്ല. അതെ, കൊലയില്ല, അമർച്ചയില്ല, അടിച്ചമർത്തലുകളില്ല. സഹിഷ്ണുതയുടെ, സൗഹൃദത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു വെച്ച് എല്ലാ വിഭാഗം ആളുകളും സഞ്ചരിക്കണമെന്നാണ് പറയുന്നതെങ്കിൽ ലാ ഇക്റാഹ ഫിദ്ദീൻ, ആരെയും നിർബന്ധിച്ച് മതത്തിലേക്ക് ചേർക്കേണ്ടതില്ല. ഇതല്ലേ മതത്തിൻ്റെ ഭാഷ്യം. പിന്നീട് കലിമ ചെല്ലാൻ പറയൂ, നീ കലിമ ചെല്ലടാ എന്ന് ഏതൊരു മുസ്ലിമാണ് ഹിന്ദുവിനോട് പറയാൻ കഴിയുന്നത്, ക്രിസ്ത്യാനോട് പറയാൻ കഴിയുന്നത്? ഇസ്ലാം അത് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞു എന്നൊരു വാർത്ത വന്നാൽ തന്നെ അതിൻ്റെ പിന്നിലുള്ള കുതന്ത്രങ്ങളും ആസൂത്രണങ്ങളുമൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ്, അന്വേഷിക്കേണ്ടതാണ്, പുറത്തു വരേണ്ടതാണ്. അതെ, നമ്മുടെ രാജ്യത്ത് പൂർവികമായി നിലനിന്ന ആ സ്നേഹ, സൗഹൃദ, സഹിഷ്ണുതയുടെ സങ്കല്പങ്ങൾ മാറ്റങ്ങളില്ലാതെ ഇവിടെ തുടർന്നു പോകണം. കൊലയാണ് വേണ്ടത് ഭീകരത, തുടരുകയാണ് ബഹുശ്രദ്ധ. അതിനായി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ജഗന്യന്താവായ അല്ലാഹു അനുഗ്രഹിക്കും.